We are cloud hunters, Abhi and Anu. ഇന്നത്തെ നമ്മുടെ യാത്ര സമുദ്രനിരപ്പിൽ നിന്നും 2100 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പെപ്ഫോർട്ട് അഥവാ വിക്കറ്റ് ഗട്ടിലേക്കാണ്. മുംബൈയിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇവിടേക്ക് എത്തുന്നതിന് വേണ്ടി ആദ്യം നെരാൾ സ്റ്റേഷനിൽ എത്തുകയാണ് വേണ്ടത്. മുംബൈ CSTയിൽ നിന്ന് കർജത്തിലേക്ക് പോകുന്ന എല്ലാ ട്രെയിനുകളും ഈ സ്റ്റേഷനിൽ നിർത്തിയിട്ടാണ് പോവുക. നെരാൾ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം നമുക്ക് മദേരനിലേക്ക് പോകാനുള്ള ഷെയർ ടാക്സി ലഭിക്കുന്നതാണ്. ടാക്സിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് നമ്മുടെ ട്രെക്കിംഗ് ആരംഭിക്കുന്നത്. മദേരന്റെ എൻട്രി ഗേറ്റിൽ നിന്ന് പാർക്കിങ്ങിലേക്ക് പോയതിനു ശേഷം അവിടെ നിന്ന് നെരാളിലേക്കുള്ള ടോയ് ട്രെയിൻ റൂട്ടിലൂടെയാണ് നമ്മൾ യാത്ര തുടരേണ്ടത്. മത്തേനിൽ നിന്ന് ടോയ് ട്രെയിനിൻ്റെ റൂട്ട് ട്രാക്ക് പിടിച്ചിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൂപ്പർ വ്യൂ ആണ് കേട്ടോ, അടിപൊളി, ഒന്നും പറയാനില്ല. കാണിച്ചു തരാം. ഇവിടുന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഒരു ഗണപതിൻ്റെ ഒരു പ്രതിമ ഉണ്ടാവുമെന്നാണ് നമുക്ക് റിസർച്ചുകളിൽ നിന്ന് മനസ്സിലായത്. അപ്പം പ്രതിമ നോക്കി നടക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് നടന്നപ്പോഴത്തേക്കും ഗണപതിൻ്റെ വിഗ്രഹം കണ്ടു. ഇപ്പോഴാണ് സമാധാനമായത്. അടിപൊളി, ഒരു രക്ഷയില്ല. മലയും ആകാശവും കുളവും പുഴയും ഒരു രക്ഷയില്ല. ചെറിയൊരു പ്രശ്നമുള്ളത് വെയിലാണ്. കുറച്ച് മഴ ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടാണ് വന്നത്. പക്ഷേ കുറച്ച് നല്ലോണം വെയിലടിക്കുന്നുണ്ട്, നല്ലൊരു ക്ഷീണമുണ്ട്. വേറെ ആ ക്ഷീണമൊക്കെ കാഴ്ചകൾ കാണുമ്പോൾ മറന്നു പോകുന്നു. അത്രയ്ക്ക് നല്ല കാഴ്ചകളാണ് ഇവിടെ. ഫുൾ പച്ചപ്പ്. ഇനി കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ ആ ഗണപതിൻ്റെ അമ്പലത്തിലേക്ക് എത്തും നമ്മൾ. കുറച്ച് ദൂരം നമ്മൾ മധുരയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഗണപതിൻ്റെ അമ്പലം നമുക്ക് കാണാൻ പറ്റും. ഈ ഗണപതിൻ്റെ അമ്പലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ കറക്റ്റായ റോഡ് കൂടെയാണ് വരുന്നതെന്ന്. നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. ഇത് മധുരയിൽ നിന്ന് വരുമ്പോഴാണ് കേട്ടോ. വേറെ പല റൂട്ടും ഉണ്ട് ഈ മലയിലേക്ക് പോകാൻ, പെപ്ഫോർട്ടിലേക്ക് പോകാൻ പല റൂട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ മധുരയിൽ പോയിട്ട് അവിടെ നിന്നാണ് താഴോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഗണപതിൻ്റെ അമ്പലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം വഴി കറക്റ്റാണെന്ന്. ഈ ഗണപതിൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ദർശനം നടത്താൻ പറ്റും. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ മലേൻ്റെ ബാക്കി ഉണ്ടായിട്ടുള്ള പാറയില്ലേ, ആ പാറേനെ കൊത്തുപണി എടുത്തിട്ട് അതേ ഷേപ്പിൽ കൊത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ചിത്രം വരച്ച് പെയിൻ്റ് അടിച്ചിരിക്കുന്നതാണത്. അത്രയ്ക്കും ആർട്ടുണ്ട്. ഈ സ്ഥലം ഇരിക്കുന്ന സ്ഥലം പോലും വളരെ ഭംഗിയുണ്ട്. ഇതിൻ്റെ മേലെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നദിയും ഒരു തടാകവും ഒക്കെ കാണാം. അപ്പം ഈ മലേൻ്റെ നടുക്കായിട്ടുള്ള ഒരു ഗണപതി വിഗ്രഹമാണ്. അങ്ങനെ നമ്മൾ ഗണപതി ടെമ്പിളിലേക്കുള്ള ഗേറ്റ് കടന്ന് പോവുകയാണ്. താഴേക്കൊരു വഴി കാണുന്നുണ്ട്. ഇതിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മളിത് ഇവിടെ റോട്ടിൽ നിന്ന് ഇറങ്ങി താഴേക്ക് ട്രാക്കിൽ നിന്ന് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞു. അപ്പോൾ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ബോർഡ് കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ കടിയാവർച്ച ഗണപതി, വലത്തോട്ട് പോയി കഴിഞ്ഞാൽ പെപ്ഫോർട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഗണപതിൻ്റെ ദർശനത്തിന് വേണ്ടിയിട്ട് ഇടത്തോട്ട് പോവാണ്. അതിനുശേഷം പിന്നെ തിരിച്ച് വന്നിട്ട് പെപ്ഫോർട്ടിലേക്ക് പോകും. ഗണപതി വിഗ്രഹത്തിൻ്റെ അടുത്തേക്കുള്ള വഴിയിലേക്കാണ് നമ്മൾ ആദ്യം അത് കണ്ട ശേഷം മേലേക്ക് പോകാമെന്നുള്ള വിചാരിച്ചിട്ടാണ് നമ്മൾ ഗണപതി വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്.
പോകാനുള്ള വഴിയൊക്കെ ഞങ്ങൾ വെള്ളമൊക്കെ ചെറുതായിട്ട് മേലെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇട്ടിട്ട് വീഴുന്നുണ്ട്. പിന്നെ പാറകൾ നിറഞ്ഞൊരു വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. ചെറിയ ഗുഹകൾ പോലെയൊക്കെ ഉള്ളിലേക്കുണ്ട്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഗണപതിൻ്റെ വിഗ്രഹം. അതുണ്ടോ പാറ അതിൻ്റെ വിഗ്രഹത്തിൻ്റെ പുറകുവശത്താണ് അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഉണ്ട് അവിടെ പാറയാണ് മൊത്തം. അതിനകത്താണ് കൊത്തുപണി ചെയ്തിട്ട് ഗണപതിൻ്റെ വിഗ്രഹം ഉണ്ടാക്കിയേക്കുന്നത്. ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഗണപതി വിഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിൻ്റെ താഴെയാണ്. അപ്പം ആ വിഗ്രഹത്തിന് താഴെയായിട്ട് ചെറിയൊരു അമ്പലമുണ്ട്. നമ്മൾ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് എടുത്തില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കിയത് രാജാറാം കട എന്ന് പറഞ്ഞ ഒരു ആളാണ്, ഒരു ശില്പിയാണ്. 14 വർഷം കൊണ്ടാണ് അയാൾ ആ കൊത്തുപണിയൊക്കെ കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പം 4 വർഷമായിട്ടുള്ളൂ ഇതിങ്ങനെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് വളരെ ഭംഗിയാക്കി വെക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെയായിട്ട് ചെറിയൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ പൂജയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരാളവിടെ നിന്നിട്ട് എല്ലാ ദിവസവും അവിടെ പൂജയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഗണപതി ദർശനത്തിന് ശേഷം നമ്മൾ തിരിച്ച് ഇനി പെപ്പ് ഫോർട്ടിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. അതായത് നമ്മളിനി ഇവിടെ നമ്മൾ ഗണപതി വിഗ്രഹത്തിൻ്റെ അടുത്ത് നിന്ന് താഴെ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ മേലേക്ക് കയറിയാലാണ് നമ്മുടെ പെപ്പ് ഫോർട്ടിലേക്ക് എത്താൻ പറ്റുക. നമ്മളിതാ പെപ്പ് ഫോർട്ടിലേക്ക് കയറി തുടങ്ങി. അപ്പോൾ തന്നെ അത് കോട്ടേൻ്റെ ഒരു ചുമര് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നമുക്കൊരു ഇരുമ്പിൻ്റെ ഏണി വന്നിട്ടുണ്ട്. ആ ഏണി കൂടെ കയറിയാൽ മേലോട്ട് സമതലത്തിലെത്തും, ഫസ്റ്റ് പ്ലാറ്റും എത്തും. പെപ്പ് ഫോർട്ടിൻ്റെ മേലെത്തിന് ശേഷം നമുക്ക് ഇങ്ങനൊരു വ്യൂ ആണ് കാണാൻ പറ്റുക. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല കാണാൻ, അടിപൊളി. ഞങ്ങളതിൻ്റെ എൻഡിലും കൂടെ ഒന്ന് പോയി നോക്കിയിട്ടാണ് വിചാരിച്ചു എന്താണ് അവിടെ കാണാനുള്ളത് നോക്കിയിട്ട് വരാം. ഈ ട്രെക്കിങ്ങിൻ്റെ ഇടയിൽ കൂടെ വഴിയിൽ ഫുള്ള് കണ്ടൊരു വാഴയാണ് കേട്ടോ, കാട്ടുവാഴ. അതിൻ്റെ പൂവും കായും കണ്ടോ, ഒരു പ്രത്യേകത ടൈപ്പാ. ഒരുപാടുണ്ട് ഇവിടെ. ഇതാണ് ബേബി ദേവിൻ്റെ വിഗ്രഹം. ഈ ദേവീൻ്റെ പേര് വെച്ചിട്ടാണ് ഈ പോട്ടിന് പെപ്പ് ഫോർട്ട് എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് ഫുഡ് കൈ കരുതിയിട്ടുണ്ടായിരുന്നു. ഉപ്പുമാവാണ്, അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി വ്യൂ ആണ്, നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്.